യുഗാന്തരങ്ങളിൽ തന്നെ ദുഷ്ടജന നിഗ്രഹത്തിനും ശിഷ്ടജന പരിപാലനത്തിനുമായി ത്രിമൂർത്തികളും ദേവീദേവന്മാരും ഭൂമിയിൽ അവതരിച്ച് ഭൂലോകവാസികളെ പരീക്ഷിക്കുകയും പരിരക്ഷിക്കുകയും മനുഷ്യ മനസ്സുകളിലെ കൽമഷങ്ങളെ അകറ്റി വിശുദ്ധരാക്കി തീർക്കുകയും മോക്ഷം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതായി പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ഭഗവാന്മാരുടെയും ഭഗവതിമാരുടേതുമായി നിരവധി ദിവ്യജനനങ്ങൾ ഭൂമിയിലുണ്ടായിട്ടുണ്ട്. അവതാര ലക്ഷ്യം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി അമാനുഷിക കൃത്യങ്ങൾ ചെയ്യുകയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവികത മനസ്സിലാക്കുകയും അതുവഴി ആരാധനാപാത്രങ്ങളാകുകയും ചെയ്യുന്നത്. ഉത്തര കേരളത്തിൽ കെട്ടിയാടപ്പെടുന്ന തെയ്യക്കോലങ്ങളുടെ പുരാവൃത്തങ്ങളിൽ പലതും മേൽപ്പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്നതുമാണ്. വേടരൂപിയായ പരമേശ്വരൻ വേടനാരീ രൂപം പൂണ്ട ശ്രീ പാർവതിയെ പുണർന്നപ്പോൾ ജന്മം കൊണ്ട പുത്രനാണല്ലോ വേട്ടക്കുരുമകൻ. അതുപോലെ ശിവാംശമായി ജന്മമെടുത്ത വയനാട്ടുകുലവൻ സർവജ്ഞാനം നേടിയ ശങ്കരാചാര്യരെ പരീക്ഷിക്കുന്നതിനും ആത്മജ്ഞാനം നൽകുന്നതിനുമായി ചണ്ഡാലവേഷം ധരിച്ച പരമശിവന്റെ തിരുരൂപമായ ശ്രീ പൊട്ടൻ തെയ്യം, അസുര നിഗ്രഹത്തിനായി ജനിച്ച കാളിയും മഹാലക്ഷ്മിയും വിവിധ ഭാവങ്ങളിൽ അമ്മ ദൈവങ്ങളായി ഭഗവതിമാരായി കോലരൂപങ്ങളായി നമുക്ക് ദർശനം നൽകി അനുഗ്രഹിക്കുന്നു എന്നത് ഏറെ ഉദാഹരണങ്ങളാണ്. വിവിധ ദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന തെയ്യക്കോലങ്ങളുടെ പുരാവൃത്തങ്ങളും അവദാനങ്ങളും ക്ഷേത്രങ്ങളുടെ ഉത്ഭവ ചരിത്രങ്ങളും പരിശോധിക്കുമ്പോൾ വിസ്മയകരമായ അനുഭൂതികൾ പകരുന്ന ഐതിഹ്യ കഥകൾ കണ്ടെത്തുവാൻ കഴിയും. ശ്രീ പറശ്ശിനിക്കടവിൽ കുടിയിരിക്കുന്ന മുത്തപ്പൻ്റെ ആരാധനയും ശക്തിവിശേഷവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളിൽ പലതും നിഗൂഢമാണ്. ചതിച്ചയാളെ വിശ്വസിക്കൂല, വിശ്വസിച്ചയാളെ ചതിക്കൂല, നിന്ന കുന്നിടിക്കില്ല, തളച്ച മരം പൊരിക്കില്ല, രണ്ടവസ്ഥയില്ല, ഇരുനിറമില്ല മുത്തപ്പന് എന്ന മുത്തപ്പൻ്റെ വാചാലിൽ വിശ്വാസമർപ്പിച്ച ധനികരും ദരിദ്രരും ദുഃഖിതരും പീഡിതരും ഒരുപോലെ മുത്തപ്പ സവിധത്തിലെത്തി തങ്ങളുടെ ദുഃഖഭാരങ്ങളുടെ കെട്ടഴിക്കുമ്പോൾ കൂടെ തന്നെ നിന്ന് മുത്തപ്പൻ എല്ലാ ദുഃഖങ്ങളും തീർത്തു തന്നിട്ടില്ലേ, മേലിലും അങ്ങനെ ചെയ്തു തരുന്നുണ്ട് എന്ന ആശ്വാസവചനം കേട്ട് അനുഭവങ്ങളും ഫലങ്ങളുമായി മടങ്ങുന്ന ഉത്തര കേരളത്തിലെ ഭക്തജന ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള എൻ്റെ മുത്തപ്പ എന്ന നാമം ഇന്ന് സർവ്വലോകവ്യാപിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മുത്തപ്പൻ വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തുന്നത് കൊണ്ട് തന്നെയാവില്ലേ എന്നതാണ്.